ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ഉഡായിപ്പ് പിസ്സ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പേര് ഉഡായിപ്പ് എന്നാണെങ്കിൽ സംഭവം അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പിസ്സ കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷേ വീട്ടിലൊന്നും ഇരിപ്പില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പിസ്സ. കാരണം ഇതിലുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് നമ്മുടെ ആ ഡോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 കപ്പിൻ്റെ അളവിലാണ് കേട്ടോ മൈദ എടുത്തിട്ട്, അതുകൊണ്ടാണ് 4 വട്ടം ഇട്ടത്. അപ്പോൾ 1 കപ്പ് മൈദയിൽ നമ്മൾ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ അപ്പക്കാരുണ്ടല്ലോ, ബേക്കിംഗ് സോഡ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈസ്റ്റിന് പകരമാണ് അപ്പക്കാരും ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഈസ്റ്റ് വെച്ച് ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. സാധാ വെള്ളം തന്നെയാണ്, ചൂടുവെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇനി നമ്മൾ കുഴക്കുന്ന സമയത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കുക. ഇതിൽ നമ്മൾ ചീസ്, അതുപോലെ തന്നെ ഈസ്റ്റ് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് ഓയിലിട്ടിട്ട് നന്നായിട്ട് ഇത് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള അടുത്തൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു സവാളയും അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഓയിലൊന്നും ഒഴിക്കണ്ട. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, അടി കരിഞ്ഞു പോരുത്. ഒരു 10 മിനിറ്റ് ഇതേ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് സോസിൻ്റെ ബാക്കി പണി ചെയ്യാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കളർ കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മുളക് കരിഞ്ഞു പോരുത്, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് ഇതേ നമ്മൾ മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി, ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മിക്സിയുടെ ജാറിൽ ഇത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ പിസ്സയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലുള്ള ആ പാക്കറ്റിലെ സോസല്ല, ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ സോസ് നല്ല തിക്കായിട്ട് വരണം, അത്രയും നേരം നമ്മൾ വേവിക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട്. ഈ സോസ് 2 കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ കയ്യിലില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല തിക്കായിട്ട് വരണം, എന്നാലേ നമുക്ക് പിസ്സയിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും അവസാനമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. കാരണം വറ്റുന്ന സമയത്ത് വല്ലാണ്ട് ഇങ്ങനെ തിളയ്ക്കും. ആ സമയത്ത് നമ്മൾ അടച്ചു വെക്കാൻ നല്ലത്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, വെള്ളം പോലെയല്ല ഉള്ളത്. ഇനി കുറച്ച് ചൂടാകുന്ന സമയത്ത് കുറച്ചും കൂടി തിക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചീസിന് പകരമായിട്ട് നമ്മളിവിടെ വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി നോക്കാം. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. മൈദ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് പതഞ്ഞ് വരുന്ന സമയം വരെ നമ്മൾ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് മൈദ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പശുവും പാല്, തിളപ്പിച്ച പാലൊന്നുമല്ല. അപ്പോൾ ഒരു 1/2 കപ്പ് പാല് നമ്മൾ ചേർക്കുന്നത്. 1 കപ്പല്ല, 1/2 കപ്പ് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് കുറുകുന്ന സമയത്ത് തീ കുറച്ച് വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ?
ഇത്രയും കൂടി കുറുകണം, എന്നാലേ നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ എടുക്കുന്ന ഏത് പാത്രത്തിലാണോ നമ്മളിത് പിസ്സ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ ഇല്ലേ, കൈ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഫ്രൈ പാൻ കുറച്ച് വലുപ്പമുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. അത്യാവശ്യം കട്ടിയുള്ള പാൻ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും നമുക്കൊന്ന് റൗണ്ടാക്കി കൊടുക്കുക. ഇതങ്ങനെ കരിഞ്ഞു പോകുന്നില്ല നമ്മൾ പാനിൽ ചെയ്തെന്ന് വെച്ച്, കാരണം നമ്മൾ അടിയിൽ വേറൊരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇനിയിപ്പോൾ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സോസൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അങ്ങ് ഇരുന്നോളും. പിന്നെ അതുപോലെ തന്നെ വല്ലാണ്ട് അങ്ങ് വേവുന്ന സമയത്ത് പൊങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ എല്ലാ സൈഡും ഞാനിത് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. ഫോർക്ക് ഇല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി കൊടുത്താൽ മതി. എല്ലാവരുടെയും നന്നായിട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റാണ് നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് എന്താ പറയുക ചീസ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കുഴയ്ക്കാതെയും പരത്താതെയൊക്കെ ഉള്ള പിസ്സയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പിസ്സയുടെ റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം കേട്ടോ, ഞാൻ ലിങ്ക് എന്തായാലും ഇടാം. നല്ല ടേസ്റ്റിയാണ് ചീസൊക്കെ വെച്ചിട്ടുള്ള മറ്റേ പിസ്സയും. അപ്പം അതൊന്നും ഇല്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ വൈറ്റ് സോസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്ന വെജിറ്റബിൾസ് ആണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ക്യാപ്സിക്കം വെക്കുന്നുണ്ട്. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും കുറച്ച് സോസും കൂടെ അതിൻ്റെ മേലെ ആക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നന്നായിട്ട് അതിൽ സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേലെ കുറച്ച് സോസ് ആക്കി കൊടുക്കുന്നത്. പിന്നെ വൈറ്റ് സോസ് മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഏറ്റവും മേലെയായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ വറ്റൽമുളക് ചതച്ചത്. അപ്പോൾ ഇനി നമ്മൾ വേവിക്കുന്നതിന് മുമ്പായിട്ട് അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം ഇത് വേവിക്കാനായിട്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പാൻ ചെറുതാണെങ്കിൽ ഇതിൻ്റെ ബേസ് കുറച്ച് തിക്ക് ഉണ്ടാവും, അപ്പോൾ കുറച്ച് നേരം കൂടുതൽ വെക്കേണ്ടി വരും വേവാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറുന്ന സമയത്ത് എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ നോർമൽ പിസ്സ പോലെ ആ ഒരു ചീസിൻ്റെ ഫ്ലേവർ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.